ഏവർക്കും ബൈബിളിലൂടെ ഒരു യാത്ര എന്ന പരമ്പരയുടെ 10ാമത്തെ എപ്പിസോഡിലേക്ക് വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം നോഹയോടൊപ്പം ഒരു വലിയ പ്രളയത്തിലൂടെ യാത്ര ചെയ്തു. വെള്ളം കുറഞ്ഞു, പെട്ടകം തുറന്നു, നോഹയും കുടുംബവും പെട്ടകത്തിന് പുറത്തു വന്നു. ദൈവം അവരുമായി ഒരു ഉടമ്പടി ചെയ്തു. ആകാശത്ത് ഒരു മഴവില്ല് പ്രത്യക്ഷപ്പെട്ടു. അത് ഒരു പുതിയ തുടക്കത്തിൻ്റെ ആരംഭമായിരുന്നു. ഇപ്പോൾ ചിന്തിപ്പിക്കുന്ന വിഷയം എന്തെന്ന് ചോദിച്ചാൽ, നോഹയുടെ കുടുംബത്തിൽ നിന്ന് എങ്ങനെ വീണ്ടും മനുഷ്യർ ഭൂമിയിൽ ഉണ്ടായി? അതിൻ്റെ ഉത്തരമാണ് നാം ഉൽപ്പത്തി 10ാം അധ്യായത്തിൽ കാണാൻ പോകുന്നത്. നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ടായിരുന്നു: ഷേം, ഹാം, യാഫേത്ത്. അവരുടെ തലമുറകളിലൂടെ ഭൂമിയിൽ വീണ്ടും മനുഷ്യൻ വ്യാപിച്ചു. പല കുടുംബങ്ങൾ, പല ജനങ്ങൾ, പല പ്രദേശങ്ങൾ, മനുഷ്യവംശം ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വീണ്ടും മനുഷ്യവംശം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി. ഉൽപ്പത്തി 10ാം അധ്യായത്തിൽ നിരവധി പേരുകളും വംശാവലികളും നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം മനുഷ്യരെ വീണ്ടും ഭൂമിയിൽ വ്യാപിപ്പിക്കുകയായിരുന്നു. നോഹയുടെ പുത്രന്മാരുടെ തലമുറകളിലൂടെ ജനതകൾ രൂപപ്പെട്ടു. ഇവിടെ ഒരു സത്യം നമുക്ക് കാണുവാൻ സാധിക്കും: മനുഷ്യർ പല ഭാഷകളിലും പല ജനതകളിലും പല സ്ഥലങ്ങളിലും ആയിരുന്നാലും എല്ലാവരും ഒരു മനുഷ്യ കുടുംബത്തിൻ്റെ ഭാഗങ്ങളാണ്. വ്യത്യാസങ്ങളുണ്ടെങ്കിലും മനുഷ്യന്റെ മൂല്യം ദൈവത്തിന്റെ മുൻപിൽ ഒരുപോലെയാണ്. ഇനിയും നാം 11ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ, ഭൂമിയിലെ മനുഷ്യർ ഒരേ ഭാഷ സംസാരിച്ചിരുന്ന ഒരു കാലം. അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിച്ചു. അവർ ഒരു തീരുമാനമെടുത്തു: നമുക്ക് ഒരു നഗരം പണിയാം, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയാം, നമുക്ക് ഒരു പേരുണ്ടാക്കാം. അങ്ങനെ അവർ ബാബേൽ ഗോപുരം പണിയുവാൻ തുടങ്ങി. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അവർ പറഞ്ഞു, നമുക്ക് ഒരു പേരുണ്ടാക്കാം. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം സ്വന്തം മഹത്വം തേടുകയായിരുന്നു. അവരുടെ ലക്ഷ്യം അവർ ഒരു പേരുണ്ടാക്കുക എന്നതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണോ, അതോ സ്വന്തം പേരിനാണോ പ്രാധാന്യം നൽകുന്നത്? ബാബേൽ ഗോപുരത്തെ പറ്റി പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, മനുഷ്യന്റെ കഴിവ് വലിയതായിരിക്കാം, മനുഷ്യന് വലിയ നഗരങ്ങൾ പണിയാം, ശാസ്ത്രത്തിൽ മുന്നേറാം, സാങ്കേതിക വിദ്യയിൽ വളരാം. പക്ഷേ ദൈവത്തെ മറന്ന് മനുഷ്യന്റെ മഹത്വം മാത്രം തേടുമ്പോൾ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. അഹങ്കാരം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അപ്പോൾ ദൈവം അവരുടെ ഭാഷ കലക്കി. ഒരാൾ മറ്റൊരാളുടെ ഭാഷ മനസ്സിലാക്കാതെയായി. അങ്ങനെ അവർ ഒരുമിച്ച് പണിതുകൊണ്ടിരുന്ന നഗരം ഉപേക്ഷിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേർ വിളിക്കപ്പെട്ടു. ഒരു വലിയ പദ്ധതിയുമായി ഒരുമിച്ച് കൂടിയ മനുഷ്യർ ഭാഷയുടെ വ്യത്യാസം കാരണം ചിതറിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കൂടാതെ പണിയുന്ന ബാബേൽ ഗോപുരങ്ങൾ ഏതൊക്കെയാണ്? പണം, പദവി, പ്രശസ്തി, അധികാരം, സ്വന്തം കഴിവ്, ഇതൊക്കെയും നമ്മുടെ പേരിന് വേണ്ടിയാണോ, അതോ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണോ? ഉൽപ്പത്തി 11ാം അധ്യായത്തിന്റെ അവസാനത്തിൽ വീണ്ടും നമ്മൾ വംശാവലിയിലേക്ക് വരുന്നു. ഷേമിന്റെ തലമുറയിലൂടെ ഒരു പ്രത്യേക കുടുംബത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് നാം തേരഹിനെയും അവന്റെ കുടുംബത്തെയും കാണുന്നു. തേരഹിന്റെ മകനായിരുന്നു അബ്രാം. ഇതുവരെ നാം ആദാം, നോഹ, നോഹയുടെ പുത്രന്മാർ എന്നീ യാത്രയിലായിരുന്നു. ഇനിയും നാം പോകുന്നത് അബ്രഹാമിലേക്ക്. ഉൽപ്പത്തി 10-11 അധ്യായം വലിയൊരു സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. മനുഷ്യൻ സ്വന്തം പേരുണ്ടാക്കാൻ ശ്രമിച്ച ബാബേലിന് ശേഷം ദൈവം ഒരു മനുഷ്യനെ വിളിച്ച് അവന്റെ പേർ വലുതാക്കുമെന്ന് പറയുന്നു. അത് അബ്രഹാമാണ്. മനുഷ്യർ പറയുന്നത് നമുക്ക് പേരുണ്ടാക്കാം, എന്നാൽ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, എന്റെ പേര് വലുതാക്കും. പ്രിയ സുഹൃത്തുക്കളെ, ബാബേൽ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ കഴിവുകൾ ദൈവത്തിന് സമർപ്പിക്കാതെ ഉപയോഗിച്ചാൽ അതുതന്നെ നമ്മുടെ അഹങ്കാരത്തിന്റെ ഗോപുരമായി മാറാം. നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകാം, വലിയ പദ്ധതികൾ ഉണ്ടാകാം, വലിയ വീടുകൾ പണിയാം, വലിയ ബിസിനസ്സുകൾ നടത്താം, വലിയ സ്ഥാനങ്ങളിലെത്താം. പക്ഷേ ഇതിന്റെ മഹത്വം ആർക്കാണ്? നമ്മുടെ പേരിനോ അതോ ദൈവത്തിന്റെ നാമത്തിനോ? ഇന്ന് നാം നോഹയുടെ കുടുംബത്തിൽ നിന്ന് ലോകത്തിലേക്ക് വ്യാപിച്ച മനുഷ്യവംശത്തെ കണ്ടു. പിന്നീട് ബാബേൽ ഗോപുരത്തിലേക്ക് പോയി. മനുഷ്യന്റെ അഹങ്കാരവും ഭാഷകൾ കലർന്നതും
ജനങ്ങൾ ചിതറിയതും നാം കണ്ടു. പക്ഷേ അതിനുശേഷം ദൈവം ഒരു മനുഷ്യനെ വിളിക്കുവാൻ പോകുന്നു. അവന്റെ പേരാണ് അബ്രാം. ഒരു മനുഷ്യനെ വിളിച്ച് കുടുംബത്തെ രൂപപ്പെടുത്തി ഒരു ജനതയെ ഉയർത്തി ഒടുവിൽ രക്ഷകനായ യേശുക്രിസ്തുവിലേക്ക് എത്തുന്ന ഒരു വലിയ രക്ഷാപദ്ധതിയിലേക്ക് നീങ്ങുകയാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഉൽപ്പത്തി 12-ാം അധ്യായം മുതൽ അബ്രഹാമിന്റെ വിളി. നീ നിന്റെ ദേശക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് പോകുക. അങ്ങനെ ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ എന്നെ കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി. ഇനിയും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.